പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും രബിൻ ടാരറ്റ് ആൻഡ് ലൈഫ് ഗൈഡൻസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളും നിങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് തന്നെ നന്നായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്ത്, അതായത് നിങ്ങൾ ചുരുക്കി പറഞ്ഞാൽ മൂന്ന് ദീർഘനിശ്വാസമൊക്കെ എടുത്ത് ഒരു ഫയൽ ഇതിനകത്ത് സെലക്ട് ചെയ്യുക. നിങ്ങളെക്കുറിച്ച് എന്താണ് പറയാമെന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് പ്രിയപ്പെട്ടവരെ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേ. യൂണിവേഴ്സിനോട് ഏതെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങൾ ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മുകളിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ പേഴ്സണൽ വാട്സാപ്പ് നമ്പർ. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത്. പിന്നെ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ഒരുപാട് പേരുടെ ഊർജ്ജങ്ങൾ ഒന്നിച്ചെടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഫുള്ളി റെസിനേറ്റ് ആവണമെന്നില്ല, റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതിനെ വിട്ട് കളയാവുന്നതാണ്. ടൈംലെസ് വീഡിയോ ആയതിനാൽ തന്നെ എപ്പോൾ കണ്ടാലും ആ സമയം മുതൽ അത് നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. നിങ്ങൾ നൽകിയ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നിങ്ങളെക്കുറിച്ച് അറിയാനുള്ളൊരു ആഗ്രഹം, ക്യൂരിയോസിറ്റി ഭയങ്കരമായിട്ട് കൂടി നിൽക്കുമായിരിക്കും. ഇതാണ് 1, ഇതാണ് 2, ഇതാണ് 3. അപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ സ്പ്രെഡിലേക്ക് പോവാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. ലൈക്ക് ബട്ടൺ ഇപ്പോൾ തന്നെ അടിച്ചേക്കണേ, അതിൻ്റെ അകത്ത് ഒരു പിശുക്കും കാണിക്കല്ലേ. ഈ 1 സെലക്ട് ചെയ്തവർ ജീവിതത്തിൽ എന്തോ വലിയ തിരിച്ചടി ഈ ദിവസങ്ങളിൽ നേരിട്ടിട്ടുണ്ട്. ആ തിരിച്ചടി എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രണയത്തിലാവാം, ചിലപ്പോൾ ബിസിനസ്സിലാവാം, ചിലപ്പോൾ കുടുംബജീവിതത്തിലാവാം, സൗഹൃദത്തിലാവാം. എന്ത് കാര്യത്തിലാണെങ്കിലും, ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്തോ ഒരു വലിയ ചതിവ്, അല്ലെങ്കിൽ എന്തോ വലിയൊരു ദുഃഖം, നിങ്ങൾക്ക് ചതിവെന്നല്ല, എന്തോ വലിയൊരു തിരിച്ചടി നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് തകർക്കുന്ന എന്തോ ഒന്നുകൂടിയായിരുന്നു. സാധാരണ രീതിക്കൊരു ബിസിനസ്സൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ വിചാരിച്ച രീതിക്ക് ആ ബിസിനസ് നടക്കാതിരിക്കുകയും അതിൻ്റെ പേരിൽ വലിയ നഷ്ടങ്ങൾ വരികയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ആ ബിസിനസ്സിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഈ ഒരു കാരണം കൊണ്ട്, എന്താണോ കാരണം, ചിലപ്പോൾ ഒരു പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് ചതിവ് കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് ഒരു പ്രൊഡക്റ്റ്, നമ്മൾ പ്ലാൻ ചെയ്ത രീതിക്ക് ഒരു പ്രൊഡക്റ്റ് വിറ്റ് പോവാതിരിക്കുന്നതായിരിക്കാം. അങ്ങനെ എന്തുമായിരിക്കാം. ഇനിയൊരു പ്രണയമാണെങ്കിൽ നമ്മുടെ ആ പ്രിയപ്പെട്ട ഒരാളിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്തോ വലിയൊരു തിരിച്ചടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി സൗഹൃദത്തിലാണെങ്കിൽ പോലും നമ്മുടെ പ്രിയ സുഹൃത്തിൽ നമ്മൾ ഒരിക്കലും ഇത്തരത്തിലൊരു പ്രവൃത്തി ഉണ്ടാവുമെന്ന് പോലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത് ഏത് ബന്ധത്തിലാണെങ്കിലും, ഭാര്യ ഭർത്ത ബന്ധത്തിലാണെങ്കിലും, ഏത് ബന്ധത്തിലാണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തോ വലിയൊരു തിരിച്ചടി നമുക്ക് കിട്ടിയിട്ട് മാനസികമായിട്ട് വളരെയധികം നമ്മൾ വിഷമിച്ച് ഇരിക്കുന്ന ഒരു സമയമായിരിക്കണം. സാമ്പത്തികമായിട്ടും മറ്റുള്ള കാര്യങ്ങളോടൊക്കെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ പോയിക്കൊണ്ടാണ്, വളരെ സമ്പൽ സമൃദ്ധിയോട് വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. എല്ലാവിധ അബണ്ടൻസോടും കൂടിയിട്ട് നിങ്ങളൊരു വിജയശ്രീ ലാളിതനായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് ഇങ്ങനൊരു തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. ആ തിരിച്ചടിയുടെ പേരിൽ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഈ വീഡിയോയുടെ അവസാനം, അപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു കൺക്ലൂഷൻ എടുത്തിട്ട് ഇതിൻ്റെ കൂടുതൽ പറയാനുള്ളത് പറയാം. അപ്പോൾ ഈ സിറ്റുവേഷനിലുള്ളവർ എന്താണ് തിരിച്ചടി കിട്ടിയെന്ന് മനസ്സിലാക്കി, നമുക്ക് വിഷമത്തിലാണെന്നുള്ളതും മനസ്സിലായി. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും വിഷമിക്കരുത്. ഈ ലോകത്തിന് കീഴിൽ എന്തൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പരിഹാരം ഇതിന് കണ്ടെത്താൻ പറ്റും. നിങ്ങൾ ഒരുപാട് ടെൻഷൻ ആവരുത്, വിഷമിക്കരുത്. അത് ഏത് കാര്യത്തിലാണെങ്കിലും, പ്രണയത്തിലായിക്കോട്ടെ, സൗഹൃദത്തിലായിക്കോട്ടെ, കുടുംബജീവിതത്തിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, കരിയറിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നിങ്ങളൊരു പ്രമോഷനൊക്കെ പ്രതീക്ഷിച്ചിരുന്നിടത്ത് ഇന്ന് സാലറി കുറയുന്നൊരവസ്ഥയിലൊക്കെയോ, അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ തന്നെ കുറയുന്നൊരവസ്ഥയിലേക്കൊക്കെ പോയിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടാതെ പോയതൊക്കെ ആവാട്ടോ. കരിയറിനെ കുറിച്ച് ഞാൻ പെട്ടെന്നത് ആ ടൈമിൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല, അതാണ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത്. അപ്പോൾ ഇതാണ് ഫയൽ 1ൻ്റെ കുറിച്ച്, നമുക്ക് 1 സെലക്ട് ചെയ്തവരെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി 2 സെലക്ട് ചെയ്തവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. 2 സെലക്ട് ചെയ്തവരും എന്തോ വലിയ മാനസിക വിഷമത്തിലാണ്. അവർ കാലങ്ങളായിട്ട് എന്തോ വലിയൊരു ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏത് കാര്യത്തിലും ആവാം. അത് ചിലപ്പോൾ പ്രണയത്തിലാവാം, ചിലപ്പോൾ കുടുംബജീവിതത്തിലാവാം, അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിലാവാം. വ്യക്തിബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് സൗഹൃദങ്ങളുണ്ട്, നമ്മൾ ഗുരുതുല്യരായിട്ട് കാണുന്നവരുണ്ട്,
നമ്മുടെ കസിൻസ് ഉണ്ട്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിലാവാം വളരെയധികം വിഷമം അനുഭവിച്ചുകൊണ്ട് അവരിയ്ക്കുകയാണ്. പക്ഷേ അവർ ഈ വിഷമം അനുഭവിക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്തൊന്നുമല്ല, വളരെ കുറച്ച് കാലങ്ങളായിട്ട്, ചിലപ്പോൾ കുറച്ച് മാസങ്ങളായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലവരുടെ മനസ്സിലൊക്കെ തന്നെ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഈ എന്തോ ഒരു പർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് ഓർത്ത് അവർ വളരെയധികം വിഷമിക്കുന്നുണ്ട്. ആ വിഷമമുണ്ടെങ്കിലും അവർ മുന്നോട്ട് തന്നെ പോവുകയാണ്. പഴയ ആ തീവ്രത, അതായത് ഇപ്പോൾ നിങ്ങളാരെങ്കിലും ഉപേക്ഷിച്ച് പോയതാണെങ്കിൽ, ഉദാഹരണമായിട്ടൊരു പ്രണയം എടുക്കുകയാണെങ്കിൽ, കുറേ കാലങ്ങൾക്ക് മുമ്പ് നിങ്ങളൊരാളെ ഉപേക്ഷിച്ച് പോയതാണെങ്കിൽ അന്നുണ്ടായ ആ തീവ്രത ഇന്നില്ല. പക്ഷേ എന്നാൽ ആ വ്യക്തിയെ നമുക്ക് മറക്കാനും സാധിച്ചിട്ടില്ല. നമ്മൾ അതേ ദുഃഖത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അന്നത്തെ തീവ്രത ഇല്ല, ദുഃഖത്തിൻ്റെ തീവ്രത ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാൽ ആ ദുഃഖം നമ്മളെ വിട്ടു പോകുന്നില്ല, നമ്മളിലങ്ങനെ നിൽക്കുകയാണ് ആ ദുഃഖം. പക്ഷേ എന്നിരുന്നാൽ പോലും ജീവിതമല്ലേ, മുന്നോട്ട് പോകണമല്ലോ എന്നുള്ള ചിന്തയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അതേ രീതിയിൽ തന്നെ നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഈ സമീപ കാലഘട്ടത്തിൽ ആരെങ്കിലോടൊരു ചതിവ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു ചതിവ് ഈ ജീവിതത്തിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അത് നിങ്ങൾ ചതിവ് ഏറ്റുവാങ്ങേണ്ടി വന്നതായിരിക്കാം. അതിൻ്റെ പേരിലായിരിക്കാം നിങ്ങൾക്ക് ഈ ദുഃഖം രണ്ട് രീതിക്കും ആവാം കേട്ടോ. അത് ഏത് രീതിക്കാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് റിലേറ്റ് ചെയ്യുക. ചിലപ്പോൾ അത് നിങ്ങൾ മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്തൊരു ചതിവായിരിക്കാം. ചിലപ്പോൾ അത് വല്ല പ്രണയബന്ധങ്ങളിലൊക്കെ ആണോ എന്നുള്ളത് ചിന്തിച്ച് നോക്കുക. കാരണം ഒരുപാട് പേരുടെ ഊർജ്ജം എടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്, കറക്റ്റ് ഇന്നൊരു കാര്യത്തിലാണെന്നുള്ളത് നമുക്കത് ഇവിടെ ഒരു ഗസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്തോ ഒരു ചതിവ് അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾ ചെയ്തതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതുമാവാം. മിക്കവാറും നിങ്ങൾക്ക് ഒരുപാട് ദുഃഖമായിട്ട് നിങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നു എന്ന് കാണുമ്പോൾ അത് കൂടുതൽ പേരിലും അത് നിങ്ങളൊരു വലിയൊരു ചതിവ് ഏറ്റുവാങ്ങിയതായിട്ട് ആവാനാണ് ചാൻസ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സെക്കൻഡ് ഓപ്ഷൻ തിരഞ്ഞെടുത്തവരെല്ലാവരും തന്നെ പ്രണയത്തിലകപ്പെട്ടിരുന്നവരായിരിക്കണം. അതിൻ്റെ അകത്ത് വലിയൊരു ചതിവ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ആ പ്രണയിച്ചിരുന്ന വ്യക്തികൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിക്ക് നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവാം. അത് മിക്കവാറും മറ്റൊരു റിലേഷനിലേക്കും ആയിരിക്കാം തോന്നുന്നു. അങ്ങനെ തോന്നുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, ജനറൽ ആയതുകൊണ്ട് എല്ലാവരുടെ കാര്യത്തിലും ശരിയാവണമെന്നില്ല. ചിലവരുടെ കാര്യത്തിലെങ്കിലും അത് ശരിയായിരിക്കും തോന്നുന്നു. അപ്പോൾ സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്തവരെ കുറിച്ച് അത്രയാണ് പറയാനുള്ളത്. ഇനി തേർഡ് കാർഡ് സെലക്ട് ചെയ്തവരുടെ എന്താണ് അവസ്ഥ എന്ന് നോക്കാം. തേർഡ് കാർഡ് സെലക്ട് ചെയ്ത ഒരവസ്ഥ അവരുടെ ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കരിയറിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഒരു വലിയ കുഴപ്പമില്ലാതെ ഒരു ബിസിനസ്സിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് അതായത് നിങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നൊരു വ്യക്തിയാണ് സാമ്പത്തികമായിട്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിൽ കുറച്ച് കാശ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകിയെങ്കിൽ അത് നമ്മൾ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ ആ പണം ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ പണം അവർ പറഞ്ഞ രീതിക്ക് നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവാം ചിലർക്കെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ. കരിയറിലാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ നമുക്കൊരു പ്രമോഷനൊക്കെ ലഭിക്കും എന്നൊക്കെ കരുതി നമ്മൾ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കാത്തിരിക്കൽ മാത്രമേ ഉള്ളൂ. ഉദ്ദേശിച്ച രീതിക്ക് കമ്പനി നമ്മളോട് ഒരു തുറന്ന സമീപനം കാണിക്കുന്നില്ല. അങ്ങനെ ഉള്ളവരും ഈ തേർഡ് പൈൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ചിലരുടെയൊക്കെ സ്നേഹബന്ധങ്ങളിൽ ചില സ്നേഹബന്ധങ്ങളിൽ അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ മാറുമെന്ന് കരുതി ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്നവരുടെ ഒരു എനർജി കൂടി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ വ്യക്തികൾ, അത് ഭാര്യ-ഭർത്ത ബന്ധമാണെങ്കിലും കാമുകന്മാരാണെങ്കിലും എക്സ്ട്രാ റിലേഷനിലാണെങ്കിലും, അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അവരോട് പണ്ട് പെരുമാറുന്ന രീതിയിലായിരിക്കില്ല ഇപ്പോൾ പെരുമാറുക. അത് ഏത് തരത്തിലുള്ള റിലേഷനും ആവാട്ടോ, കുടുംബജീവിതമാവാം, സഹോദരനാവാം, സുഹൃത്താവാം. ഞാനൊരു റിലേഷൻഷിപ്പ് എന്ന് ഏത് വീഡിയോയിൽ പറഞ്ഞാലും നിങ്ങളത് കോറിലേറ്റ് ചെയ്തോളണം. ലവ് റിലേഷൻ മാത്രമല്ല, പ്രണയബന്ധം മാത്രമല്ല, അത് മറ്റു തരത്തിലുള്ള എല്ലാ സ്നേഹബന്ധങ്ങളുമായിട്ട് നിങ്ങൾ അപ്പോൾ തന്നെ കോറിലേറ്റ് ചെയ്തേക്കണം. ചില വീഡിയോയിൽ മനഃപൂർവ്വമല്ല, അത് ഞാൻ പറയാൻ മറന്നു. അപ്പോൾ നിങ്ങൾ സ്നേഹബന്ധങ്ങളിൽ ആ വ്യക്തി മാറുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടാവാം. ഇനിയൊരു പ്രണയബന്ധത്തിലാണെങ്കിൽ, നമ്മൾ പ്രണയിച്ചിരുന്ന ആൾ പണ്ട് പ്രണയിച്ച രീതിക്ക് ആയിരിക്കില്ല, അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന ഇഷ്ടത്തിൻ്റെ ആഴം ഇപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. ആ ആളിലൊരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ കാത്തിരിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറച്ച് നാളുകൾ തന്നെയായിരിക്കും. അതിപ്പോൾ ഫിനാൻസിൻ്റെ കാര്യത്തിലായാലും, കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും, ലൈഫിലാണെങ്കിലും, ബിസിനസ്സിലാണെങ്കിലും, നമ്മൾ എന്തോ ഒരു കാര്യത്തിൽ ഇങ്ങനെ
പ്രതീക്ഷിച്ച് നോക്കിയിരിക്കുകയാണ്. പക്ഷേ പ്രതീക്ഷിക്കുന്ന രീതിക്ക് ആ കാര്യം അതിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ല. ആ ഒരു സ്റ്റക്നെസ്സിൽ നമ്മൾ ലൈഫിൽ നിൽക്കുകയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ഒരു പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ്സിലാണെങ്കിൽ നിങ്ങൾ ഈ സ്റ്റക്നെസ്സൊക്കെ നിൽക്കുമ്പോൾ തന്നെ പുതിയൊരു ഐഡിയയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ജോബിലാണെങ്കിൽ കരിയറിലാണെങ്കിൽ നിങ്ങൾ ഈ സ്റ്റക്നെസ് നിൽക്കുമ്പോൾ തന്നെ ഇനിയിപ്പോൾ കമ്പനി മാറാനോ അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും കോഴ്സ് കൂടി നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ കരിയറിൽ ഒരു പ്ലസ് ഉണ്ടാക്കാനോ എന്തൊക്കെയോ നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി പ്രണയബന്ധത്തിലാണെങ്കിൽ നിങ്ങളിപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒരു പ്രണയം അത് ചിലപ്പോൾ തിരിച്ചു കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പുതിയൊരു സ്നേഹബന്ധത്തിലേക്ക് നിങ്ങൾക്ക് വഴിമാറി ചിന്തിക്കാനുള്ളൊരു അവസരം യൂണിവേഴ്സ് ഇപ്പോൾ തന്നിട്ടുണ്ട്. അതൊരു ചെറിയൊരു തുടക്കം എന്ന് പറഞ്ഞ രീതിക്ക് നിങ്ങളുടെ മനസ്സിൽ ലഡുപൊട്ടി എന്ന് പറഞ്ഞ പോലെ എന്തോ ഒരു ചെറിയൊരു തോട്ട് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അത് മനോഹരമായിട്ട് തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ള. ഇന്ന് ഇത്തിരി സമയക്കുറവുള്ളതുകൊണ്ട് ഒരുപാട് പറയുന്നില്ല. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം മറന്നു പോകരുത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. അതിൻ്റെ അകത്ത് ഒരു പിശുക്ക് കാണിക്കരുത്. ആ ഒരൊറ്റ വെള്ളമൊന്നും ഞെക്കേണ്ട കാര്യമുള്ളൂ. വീഡിയോ ഇതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഊർജ്ജം. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ ഒരു കാരണവശാലും ഒരു മടി കാണിക്കരുത്. ലൈഫിലെ ഇടയ്ക്കൊക്കെ ഒന്ന് പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കാവുന്നതാണ്. അതിപ്പോൾ കരിയറിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും നിങ്ങളുടെ ഓവറോൾ ആയിട്ടുള്ള എനർജി ആണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ലൈഫിൽ എന്തൊരു കാര്യത്തിലാണെങ്കിലും അത് എൻ്റെ അടുത്ത് നല്ല കേട്ടോ. ഒരുപാട് നല്ല ടാരോ റീഡേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് ഇടയ്ക്ക് എടുത്ത് നോക്കുന്നത് നല്ലതാണ്. ഞാൻ എൻ്റെ അടുത്ത് വന്നെന്ന് എഴുതിയിട്ട് പറഞ്ഞതല്ല. നമുക്ക് അങ്ങനെ സ്റ്റക്നെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എടുത്ത് നോക്കണം. കാരണം ഒരു ക്ലാരിറ്റി കിട്ടും പല കാര്യങ്ങൾക്കും. ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മനോഹരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ 3 പൈലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ തിരിച്ചടി എന്താണെങ്കിലും നിങ്ങൾ ആ തിരിച്ചടി പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ചതിവേറ്റ് വാങ്ങേണ്ടി വന്നിട്ടുണ്ട്, നിങ്ങൾ ദുഃഖത്തോടെയാണ് നിൽക്കുന്നത്, നിങ്ങൾ എന്തായാലും മുന്നോട്ട് പോകാൻ തന്നെ ശ്രമിക്കുക. നിങ്ങൾ സ്റ്റക്കായി നിൽക്കരുത്. നിങ്ങൾക്കൊരു പുതിയ തുടക്കം കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു മനോഹരമായിട്ടുള്ള ദിവസം നേരുകയാണ്, മനോഹരമായിട്ടുള്ള ജീവിതം നേരുകയാണ്. എന്തൊക്കെ സ്റ്റക്നെസ് ലൈഫിൽ വന്നാലും നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. ഒരുപാട് പരാജയങ്ങൾ, ഒരുപാട് പ്രിയപ്പെട്ടവർ ഒരിക്കലും വിട്ടുപോകില്ല എന്ന് പ്രതീക്ഷിക്കുന്നവരൊക്കെ നമ്മൾ വിട്ടുപോകും. ചിലരൊക്കെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധം നമ്മളോട് വെറുപ്പ് കാണിച്ച് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫിൽ അവർ അങ്ങനെയാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ആ രീതിയിലൊക്കെ നമ്മളെ വിട്ടുപോകും. പലതും സംഭവിക്കും. ജീവിതമാണ്. നാളെ എന്ന് പറയുന്നത് ആ ഒരു എന്താണ് പറയുക, ആ ഒരു സസ്പെൻസിൽ നിൽക്കുമ്പോഴാണ് ജീവിതത്തോടും നമുക്ക് സമീപിക്കാനുള്ളൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവുക. അപ്പോൾ സംഭവിക്കുന്നതൊക്കെ സംഭവിക്കട്ടെ, വിട്ടുപോകുന്നവരൊക്കെ വിട്ടുപോകട്ടെ. പക്ഷേ നമുക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ ഇനിയും നമുക്ക് നേടിയെടുക്കാനുണ്ട്. നിങ്ങളുടെ പ്രായം 30 ആണെങ്കിലും 40 ആണെങ്കിലും 25 ആണെങ്കിലും 50 ആണെങ്കിലും 60 ആണെങ്കിലും നമുക്ക് ജീവൻ ഇവിടെ നിലനിൽക്കുന്ന കാലം വരെ നമ്മുടെ ലക്ഷ്യങ്ങൾ എപ്പോഴും നമ്മൾ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചാൽ അടുത്ത ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ മാത്രമാണ് നമുക്ക് എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ സാധിക്കുക. എന്ത് വന്നാലും ജീവനുള്ള കാലം വരെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം നമുക്കുണ്ടാവണം. ഒരു കാര്യത്തിലും തളർന്നു പോകരുത്. തളർന്ന് വിഷമിച്ചിരിക്കാം, പക്ഷെ നിങ്ങൾ പുനർജനിച്ച് തിരിച്ചു വരണം. നിങ്ങളുടെ ഉള്ളിൽ പുനർജനിച്ച് തിരിച്ചു വരണം. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ ഒരു പുതിയ വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒരു കാരണവശാലും മടി വിചാരിക്കരുത്. അപ്പോൾ മനോഹരമായിട്ടൊരു ദിവസം ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ബൈ.